ചില ആളുകളെ ലൈഫിൽ പല തവണ താഴെയിടും. ആളുകൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, അവരെ ഒഴിവാക്കും, വെറും തോൽവിയായിട്ട് കാണും. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയുമോ? അവർ അവസാനിക്കില്ല, വീണ്ടും വരും, വളരെ അപകടകരമായിട്ട്. അതാണ് പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർക്ക് ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കും അവരെ മെൻ്റലി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പുറത്ത് നല്ല ഫ്രണ്ട്ലി വൈബാണ്, നല്ല കോൺഫിഡൻ്റ് ആണ്, ചാമാണ്. പക്ഷെ ഉള്ളിൽ കോൺസ്റ്റൻറ്റ് നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് ജീവിതം ഒരു ചെറുതായി ജീവിക്കാൻ താല്പര്യമില്ല. ട്രാവല്, സക്സസ്, റെക്കഗ്നിഷൻ, വലിയ ഡ്രീം, ഇതൊക്കെ ആണ് മനസ്സിൽ എപ്പോഴും നടക്കുന്നത്. പൂരാട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് അറിയുമോ? ബൗൺസ് ബാക്ക് പവറാണ്. ഫെയിലിയർ വന്നാലും മാനസികമായിട്ട് നിങ്ങൾ മരിക്കില്ല. പക്ഷേ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നറിയോ? ഓവർ കോൺഫിഡൻസ് ആണ്. ചിലപ്പോൾ ഇമോഷൻസ് കേട്ടിട്ട് റിസ്കി ഡിസിഷൻ എടുക്കും. ചിലപ്പോൾ മനസ്സിലെ ഇമോഷൻസ് കേട്ടിട്ട് വലിയ റിസ്ക് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കും. മറ്റുള്ളവരുടെ അഡ്വൈസ് ഇഗ്നോർ ചെയ്യും. നിങ്ങൾക്ക് സീക്രറ്റ്ലി അഡ്മിറേഷൻ വേണം. ആളുകൾ നിങ്ങളുടെ സക്സസ് നോട്ടീസ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ പുറത്ത് കാണിക്കില്ല. വേദന ഉണ്ടെങ്കിൽ അതൊരു തമാശയായിട്ട് മാറ്റും. ഈ കഴിഞ്ഞ മെയ് മാസം പൂരാട നക്ഷത്രക്കാർക്ക് മെൻ്റലി കുറച്ച് റെസ്റ്റില്ലാത്തൊരു മാസമായിരുന്നു. കരിയറിൽ കൺഫ്യൂഷൻ, റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ്, സാമ്പത്തികമായിട്ട് ഒരു ഇംബാലൻസ്, ഫ്യൂച്ചർ ആങ്സൈറ്റി. പുറത്ത് പോസിറ്റീവായിട്ട് അഭിനയിച്ചാലും ഉള്ളിൽ എനിക്ക് വലിയ ജീവിതം വേണം എന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ചിലർക്ക് പെട്ടെന്ന് യാത്ര പോകണമെന്ന് തോന്നിയിരിക്കാം. ചിലർക്ക് പഴയ ലൈഫ് കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്യണമെന്ന് ഫീലിങ്സ് വന്നിരിക്കാം. പക്ഷേ ജൂൺ മാസം പൂരാട നക്ഷത്രക്കാർക്ക് ഒരു എക്സ്പാൻഷൻ മന്താണ്. കരിയർ സൈഡിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാം. ട്രാവൽ, മീഡിയ, ടീച്ചിങ്, പബ്ലിക് ഇൻഫ്ലുവൻസ്, ഇവയിൽ ഗ്രോത്ത് ചാൻസ് നന്നായിട്ടുണ്ട്. ആളുകൾ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായാലും നോട്ടീസ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ക്ഷമയില്ലായ്മ വളരെ അപകടകരമാണ്. പ്ലാനിങ് എല്ലാം പകുതിയാണെങ്കിൽ നിങ്ങൾ അതിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ടാകാം. റിലേഷൻഷിപ്പിൽ അൺപ്രഡിക്റ്റബിളാണ്. എന്താ നടക്കുകയെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. സ്വാതന്ത്ര്യം വേണമെന്നുണ്ടാവും, പക്ഷേ ജെന്യുവൻ ആയിട്ടുള്ള പ്രണയം വേണമെന്നും ഉണ്ടാവും. സിംഗിൾ ആയവർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ കണക്ഷൻ വേണമെന്നുണ്ടാവും. കമ്മിറ്റഡ് ആയവർക്ക് കുറച്ച് ഗ്യാപ്പ്, സ്പേസ് ഇഷ്യൂ വേണമെന്നുള്ളതും ഉണ്ടാവും. പാർട്ട്ണർ ക്ലിങ്കിയായി തോന്നിയ ഇമോഷണലി ഡിസ്റ്റൻസായി ക്രിയേറ്റ് ചെയ്യാം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ അത് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ഇൻകം സോഴ്സ് എന്തായാലും ആക്ടിവേറ്റ് ആവും. പക്ഷേ ആർഭാടത്തിന് വേണ്ടി ചിലവാക്കരുത്, ഡേഞ്ചറാണ്. 10 പൈസ നിങ്ങൾക്ക് ജൂൺ മാസത്തിലും ഉണ്ടാവില്ല. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ, ട്രിപ്സ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വസ്തുക്കൾ വാങ്ങൽ, വെറുതെ ഇൻവെസ്റ്റ് ചെയ്യൽ. ജൂൺ മാസത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് അത്ര ലാഭം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സേവിങ്സ് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ജൂൺ മാസം പൂരാട നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ ഒരു യുദ്ധം തന്നെ ആവാൻ സാധ്യതയുണ്ട്. അതായത് സ്വാതന്ത്ര്യം വേണോ അതോ സ്റ്റെബിലിറ്റി വേണോ എന്നുള്ള ഒരു ചോദ്യം. ഒരു സൈഡിൽ എനിക്ക് ഈ ലോകം മൊത്തം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹം, വേറെ സൈഡിൽ എനിക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഭാവി വേണമെന്നുള്ള ആഗ്രഹം. പൂരാട നക്ഷത്രക്കാർക്ക് ഒരു ആരോടും പറയാത്ത ഒരു പേടിയുണ്ട്. ഞാൻ ഈ സാധാരണ ജീവിതത്തിൽ കുടുങ്ങുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര റിസ്ക് എടുത്താലും ഡിഫറൻറ്റ് ലൈഫ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾ വീണാലും അവസാനിക്കില്ല. കാരണം കംബാക്ക് നിങ്ങളുടെ ഒരു നേച്ചറാണ്. പുറത്ത് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, ഉള്ളിൽ റെബല്യൻ, ഒരു പോരാളിയെ പോലെയാണ്. അതാണ് പൂരാട നക്ഷത്രം.